ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ചാർട്ട് നോക്കിയിട്ട് ആ ചാർട്ടിൽ ഏതൊക്കെ രീതിയിൽ സ്റ്റഡിയും കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ട്രേഡ് നോക്കാമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ട്രേഡ് നോക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയുടെ ചാർട്ട് മാത്രമല്ല, നമ്മുടെ ഈ ഒരു സ്റ്റഡി വെച്ചിട്ട് ഏത് ചാർട്ടിൽ വേണമെങ്കിലും നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന കാര്യങ്ങൾ ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ ട്രെയിൽ ലൈൻ, പിന്നെ ക്യാൻഡിൽ സ്റ്റിക്കും കൂടെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മളൊന്ന് ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് നോക്കുകയാണെങ്കിൽ നിലവിൽ ഓവറോൾ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ബുള്ളിഷാണ്. ഓക്കെ, ബുള്ളിഷ് മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണാമായിരുന്നു, ഇത്രയും ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വേസ് റേഞ്ചിൽ തന്നെയായിരുന്നു. ഓക്കെ, ഇത്രയും ഒരു റേഞ്ച് നോക്കുമ്പോൾ ഒരു സൈഡ് വേസിലാണ് മാർക്കറ്റ് നിന്നിരുന്നത്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ. അപ്പോൾ അതുപോലെ നമ്മൾ മറ്റ് വീഡിയോസിലും ഇതിനു മുമ്പുള്ള സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ നേരത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നിലവിൽ ഡെയിലിയിലെ ഹൈ എവിടെയായിരുന്നു, ഇതിൻ്റെ താഴത്തോട്ട് വരികയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു ലോ ഇവിടെയാണ്. ഓക്കെ, ഡെയിലിയിൽ. കാരണം എന്താ, മുകളിൽ നിന്നും താഴെ വന്നു, തിരിച്ച് വീണ്ടും കയറാൻ നോക്കി, താഴെ വന്നു, ഇവിടെ നിന്നാണ് മാർക്കറ്റ് വീണ്ടും ആ ഒരു ഹൈ പോയത്. വീണ്ടും ഓക്കെ, ആ ഒരു ഹൈയിൽ പോയത് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിലവിൽ ഇങ്ങനെയായിരുന്നു പോയത്. അപ്പോൾ തിരിച്ച് താഴത്ത് വരികയാണെങ്കിൽ ഈ ഒരു ലോയ്ക്ക് താഴത്ത് വരരുത്, ഈ ലോ വരെയും സപ്പോർട്ടാകാം. ഇതിനും താഴത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു എക്സ്ട്രീം സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് വരാം. അതാണ് ആ ഒരു അവസാനത്തെ ലോ കട്ട് ചെയ്താലുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അവസാനത്തെ ഹൈ കട്ട് ചെയ്താൽ അടുത്ത ഒരു ഹൈ വരെ പോകാം എന്നുള്ളൊരു വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇപ്പം നിലവിൽ ഇതാണ് വ്യൂ. ഇനി ഒരു പക്ഷേ ഈ ഒരു മാർക്കറ്റ് ഇതിന് താഴത്തോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വന്ന് ക്ലോസ് ആയിട്ടില്ല. ഒരു പക്ഷേ നാളത്തെ ദിവസം മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തോട്ട് സ്ട്രെങ്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെയും എന്ത് സംഭവിക്കാം, അടുത്ത സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് വീണ്ടും വരാം. അപ്പോൾ അടുത്തൊരു സപ്പോർട്ട് എവിടെയാണ്, ഡെയിലിയിൽ നോക്കുമ്പോൾ ഡെയിലിയിൽ അടുത്തൊരു സപ്പോർട്ട് ഇവിടെയാണ്. ഓക്കെ, കാരണം എന്താ, കാരണം ഇവിടുന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് ഈ റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് മേളിൽ വരെ പോയത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം, അവസാനത്തെ ഒരു ലോ ഈ ഒരു പോയിൻ്റാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ലോയിലേക്ക് വരാം ഡെയിലി ടൈം ഫ്രെയിമിൽ. അതിനു മുമ്പ് ഇവിടെ ചെറിയ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, ചെറുതല്ല, ഈ ഒരു റേഞ്ച്. കാരണം ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിരുന്ന ഏരിയയാണ്, ഇവിടെ വന്നിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചൊരു പുൾ ബാക്ക് എടുത്തിട്ട് തിരിച്ച് കയറിയ ഒരു റേഞ്ച്. അപ്പോൾ അതും കൂടെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് കാണണം താഴത്തോട്ട് വരികയാണെങ്കിൽ. ആ ഒരു മോളിൽ വരച്ചിരിക്കുന്ന ലെവൽ നമ്മൾ ജസ്റ്റ് ഒന്നൊരു 1 hour പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇവിടുന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് തിരിച്ച് കയറിയിരുന്ന ഒരു റേഞ്ചാണ്. അപ്പോൾ അവിടെയും ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉള്ള റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി ഇത് മുകളിലോട്ട് പോകാനാണെങ്കിൽ എന്ത് നോക്കാം, ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് നല്ല രീതിയിൽ ബുള്ളി സ്ട്രെങ്ത് കിട്ടണം, ഹയർ ഹൈ ഹയർ ലോയിൽ കയറണം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവസാനത്തെ ഹൈനെ കട്ട് ചെയ്ത് കയറുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് പോകരുത്. സപ്പോർട്ട് ക്രിയേറ്റ് ആയി കിട്ടുകയാണെങ്കിൽ ആ സപ്പോർട്ടിൽ നിന്ന് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇങ്ങനെ കയറി പോകാനും സാധ്യതയുണ്ട്. ആ ഹയർ ഹൈ ഹയർ ലോയിലാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ മേളിൽ നിന്നും താഴെ വരെ വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു 50%
മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ടാർഗറ്റ് അതിൻ്റെ ഒരു 50% വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു 50% എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ചിൽ വരും. ഓക്കെ, അതിൻ്റെ ആ ഒരു 50% വരെ പോകാം എന്നുള്ള ആ ഒരു വ്യൂ. ക്ലിയർ? ഇതാണ് ഡെയിലി ടൈം ഫ്രെയിമിലെ ഒരു വ്യൂ. ഇനിയിപ്പോൾ നിലവിൽ നമുക്ക് ഇതിൻ്റെ ചെറിയ ടൈം ഫ്രെയിമിലോട്ടൊക്കെ പോയിട്ട് എന്തൊക്കെ അവിടെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നോക്കാമായിരുന്നു എന്നുള്ളത് ഒന്ന് നോക്കാം. നമുക്ക് നിലവിൽ നേരത്തെ മാർക്കറ്റ് പൊക്കോണ്ട് നിന്നത് ഏത് രീതിയിലായിരുന്നു നമ്മളിവിടെ സൂചിപ്പിച്ചായിരുന്നു. നേരത്തെ വീഡിയോസിൽ നമ്മളിവിടെ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്നും എങ്ങനെ ഒരു ട്രെൻഡ് ലൈനിലായിരുന്നു മാർക്കറ്റ് പൊയ്ക്കൊണ്ട് നിന്നത്. ഓക്കെ, നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരും ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനിലായിരുന്നു പോയിരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് സൂചിപ്പിച്ചിരുന്നു മാർക്കറ്റ് ഇതൊരു പാറ്റേണിലായിരുന്നു നിന്നിരുന്നത്. ഓക്കെ, മൂന്നാമത്തെ തവണ ഇവിടെ വന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഒരു പക്ഷേ വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ട് താഴത്ത് വരാതെ ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നെഗറ്റീവായിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വാറിൻ്റെയൊക്കെ. അതുപോലെ തന്നെ താരിഫ് ഇഷ്യൂ ഭയങ്കരമായിട്ട് വന്നിരുന്നു. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് 500% താരിഫൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒരു യുദ്ധത്തിന് തുല്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ മാർക്കറ്റ് ഒരു ക്രാഷ് ആകാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ന്യൂസ് ആയാലും എന്ത് സംഭവിച്ചാലും മാർക്കറ്റ് ഈ പറയുന്ന ഹയർ ഹൈ ഹയറിലോ ലോവർ ഹൈ ലോവറിലോ ആ രീതിയിലാണ് നമ്മൾ നോക്കി കാണേണ്ടുന്നത്. അപ്പോൾ തിരിച്ച് ഇത് മേപ്പോട്ട് കയറി നമ്മളിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഇപ്പോൾ ഈ ഒരു പോയിൻറ്റും കിട്ടിയപ്പോഴാണ് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിരുന്നത്. മൂന്നാമത് ഇവിടെ വരുമ്പോൾ ട്രേഡ് നോക്കാം. നാലാമത് ഈ ഒരു റേഞ്ച് വരും. ഇപ്പോൾ താഴെ നിന്ന് നമ്മൾ ട്രേഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ മുകളിൽ ഈ റേഞ്ചിൽ എക്സിറ്റ് ചെയ്ത് മാറണം. അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആകാം. നമ്മൾ ഹൊറിസോണ്ടലായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുന്ന കണക്ക് തന്നെ ഈ ട്രെൻഡ് ലൈനെയും നോക്കി കാണണം. ആ ട്രെൻഡ് ലൈൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് എന്ത് നോക്കാം? തിരിച്ചിറങ്ങുമ്പോൾ ഇവിടെയായിരുന്നു അവസാനത്തെ ഒരു ലോ. ഓക്കെ, എന്തുകൊണ്ടാണ്? ഇവിടുന്ന് കയറി താഴെ വന്ന് ഇവിടുന്നാണ് കുറച്ച് നേരം സൈഡ് വൈസ് ആയിട്ട് നിന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് കയറിപ്പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ലോ വരെയും സപ്പോർട്ടാകാം. ഇതിന് താഴത്ത് വീണ് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് എന്ത് സംഭവിക്കാം? തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറാതെ തൊട്ട് മുമ്പുള്ള ഹൈ വരെയും പോവാം. തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറാതെ വീണ്ടും അടുത്ത സപ്പോർട്ട് വരെ വരാം. അപ്പോൾ അടുത്തൊരു സപ്പോർട്ട് എവിടെയുണ്ട്? ഈ ഒരു റേഞ്ചാണ്. ഇങ്ങനെ വേണം നമ്മൾ ചാർട്ടിനെ നോക്കിക്കാണാനായിട്ട്. എന്നിട്ട് ഈ ഒരു റേഞ്ച് വരെ നമുക്ക് ടാർഗറ്റിനെ നോക്കിക്കാണാം. ഇതൊരു 1 hour ടൈം ഫ്രെയിമാണ്. നിങ്ങൾ 5 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ആ 5 മിനിറ്റിൽ അടുത്തൊരു സപ്പോർട്ട് ഏരിയ വേണമെങ്കിലും ടാർഗറ്റായിട്ട് വെക്കാം. ഇൻട്രാഡേ ചെയ്യുമ്പോൾ മാർക്കറ്റിന് വലിയ മൂവ്മെൻറ്റ്സ് ഒക്കെ പിടിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹയർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മേജറായിട്ടുള്ള ലെവലുകൾ മാർക്ക് ചെയ്തിടാം. ഓക്കെ, ലോവർ ഹൈ ലോവർ ലോയിലാണെന്ന് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് ഏരിയ എവിടെ കിട്ടുന്നോ അവിടെ നിന്ന് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഹൊറിസോണ്ടലായിട്ടുള്ള റെസിസ്റ്റൻസും വരാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസും വരാം. താഴെ നിന്നും അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഇതും നമ്മൾ നേരത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമായിരുന്നു. ഇവിടുന്ന് ട്രെൻഡായിട്ടായിരുന്നു മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് മുകളിലോട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ട്രെൻഡ് ലൈനെ കണക്ട് ചെയ്ത് നല്ല രീതിയിൽ മാർക്ക് ചെയ്യണം. കൂടുതൽ ടച്ചസ് കിട്ടത്തക്ക രീതിയിൽ ട്രെൻഡ് ലൈനെ മാർക്ക് ചെയ്യുക. ഇതേ കണക്ക്. അപ്പോൾ ഇവിടെയും കണ്ടില്ലേ എങ്ങനെയായിരുന്നു പോയത്? ട്രെൻഡ് ലൈൻ്റെ ഈ റേഞ്ചിൽ നിന്നൊക്കെ സപ്പോർട്ട് എടുത്താണ് നിന്നിരുന്നത്. 1 2 3 4 5 തവണ സപ്പോർട്ട് എടുത്ത് നിന്നിരുന്ന ഒരു ഏരിയയാണ്. ഇതേ കണക്ക് നമ്മൾ കുറച്ച് ഹയർ ടൈം ഫ്രെയിമിലൊക്കെ പോയിട്ട് അവിടുത്തെ നല്ലൊരു സ്റ്റഡിയുടെ വ്യൂ നമ്മൾ നോക്കി വെക്കുക. ഏത് രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്, എവിടെയൊക്കെ സപ്പോർട്ട് എടുക്കാം, എവിടെയൊക്കെ റെസിസ്റ്റൻസ് എടുക്കാം. മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസ് നമുക്ക് ഹയർ ടൈം ഫ്രെയിം ഒന്ന് നോക്കിയാൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിലവിലെ സ്റ്റഡി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് താഴത്ത് വന്നപ്പോൾ എന്തായി? ഇത് വരുന്നത് ഈ ട്രെൻഡ് ലൈനിൽ പോയി അവിടെ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് സെല്ലിംഗ് പ്രഷർ കാണിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തായി?
തിരിച്ച് വീണ്ടും തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോവാതെ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ലോവർ ഹൈ ലോവർ ലോയില്ല. അവസാനത്തെ ഹൈക്ക് മേളിൽ കയറി സ്ട്രോങ് ആയിട്ട് കയറിയാലേ വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോകും. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഈ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് പോകരുത്. ഈ ലോയ്ക്ക് താഴത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ലോ വരെ പോകാം എന്നുള്ള വ്യൂ അവിടെ. ഓക്കെ, നമ്മൾ 5 മിനിറ്റിൽ വരുമ്പോൾ 5 മിനിറ്റിലാണ് നമ്മൾ ഇൻട്രാഡേക്ക് വേണ്ടി ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 5 മിനിറ്റിൽ വരുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത് ഏറ്റവും മുകളിൽ നിന്ന്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ ഒരു അവസാനത്തെ 5 മിനിറ്റിലെ മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ. ഏത് റേഞ്ച്? ഈ റേഞ്ച്. എന്തുകൊണ്ടാണ്? ഈ ഒരു ലോയിൽ നിന്നാണ് മാർക്കറ്റ് അങ്ങ് മേളി വരെ പോയ തൊട്ട് മുമ്പുള്ള ഹൈനെ കട്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു മേജറായിട്ടുള്ള ഒരു 5 മിനിറ്റ് സപ്പോർട്ട് ഏരിയ ആകും. അപ്പോൾ ആ ലോയ്ക്ക് താഴത്ത് വരരുത്. ഈ ലോ വരെയും സപ്പോർട്ടാകാം എന്നുള്ള വ്യൂ ആണ്. ഈ ലോയ്ക്ക് താഴത്ത് വരരുത്. ആ ഒരു ലോയ്ക്ക് താഴത്ത് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കയറുമ്പോൾ റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്യാം. അവിടുന്ന് താഴത്തോട്ട് വീണ്ടും മാർക്കറ്റ് വരാം എന്നുള്ള വ്യൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എവിടം വരെ വരാം? തൊട്ട് താഴത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രീൻ സോൺ, ആ ഒരു റേഞ്ച് വരെ വരാം എന്നുള്ള വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും എന്താണ്, താഴെ നിന്നും മേളിൽ കയറി ഇവിടെ ഒരുപാട് നേരം ഒരു റേഞ്ചിൽ നിന്നതാണ്. മാർക്കറ്റിന് പുതിയ ഹൈ വെക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പുതിയ ഹൈ വെക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ നിന്ന് തന്നെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എം പാറ്റേൺ പോലെയൊക്കെയാണ് അവിടെ ക്രിയേറ്റ് ആയിരുന്നത്. ഓക്കെ, അത്രയും ദൂരം പോയിട്ട് തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറാൻ പറ്റുന്നില്ല. സ്ട്രോങ് ആയിട്ട് സെല്ലിംഗ് പ്രഷർ വന്നു, വീണ്ടും ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആയി. അപ്പോൾ താഴെ വന്നു. തിരിച്ചു ചെല്ലുമ്പോൾ ഇനി ഏതിൻ്റെ മുകളിൽ പോകണം? ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റിന് കയറാൻ പറ്റണം. അല്ലെങ്കിൽ ഈ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം. എന്ത് സംഭവിച്ചു? അവിടുന്ന് വീണ്ടും ആ ലോയിനെ കട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് വീണ്ടും തിരിച്ചു കയറാൻ നോക്കിയപ്പോൾ തൊട്ട് മുമ്പുള്ള ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയി. തിരിച്ച് വീണ്ടും ഇത് ലോവർ ഹൈ ലോവർ ലോയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അവസാനത്തെ ലോയിനെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് വെച്ചു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഒരു സപ്പോർട്ടിന് ഒരിക്കലും താഴത്ത് മാർക്കറ്റ് വരരുത്. വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും താഴത്തോട്ട് പോകാം എന്നുള്ള ഒരു വ്യൂ ആണ് സ്ട്രോങ് ആയിട്ട് ക്ലോസ് വെച്ച സ്ഥിതിക്ക്. അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിൽ നിന്ന് പോലും തിരിച്ച് മുകളിലോട്ട് കയറാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാമായിരുന്നു. ഈ ലോയിനെ കട്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാമായിരുന്നു? കട്ട് ചെയ്ത സ്ഥിതിക്ക് തിരിച്ച് മേപ്പോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്, അതുപോലെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരുന്ന ഒരു റേഞ്ചും ഉണ്ട്. കാരണം അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പൊന്നും അങ്ങനെ നോക്കാറില്ല, എങ്കിലും ജസ്റ്റ് നോക്കാം. എന്നാണ്ട് ഇവിടെയും ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പുണ്ട്. നമ്മളതൊന്നും നോക്കുന്നില്ല, നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് അത് വെച്ചിട്ട് ട്രേഡും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ട്രേഡ് നോക്കാമായിരുന്നെങ്കിൽ ഇവിടുന്ന് മേളിൽ കയറി ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആയി, എന്നിട്ട് മാർക്കറ്റ് കഴിഞ്ഞാൽ താഴെ വരെ വന്നിരുന്നു. അപ്പോൾ എന്തായി? നമുക്ക് ഒരു എൻട്രി നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രേഡ് തിരിച്ച് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് ചെല്ലുമ്പോൾ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും. അപ്പോൾ എന്തായി? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഈ ഹൈക്ക് മേളിൽ തിരിച്ച് മാർക്കറ്റ് കയറണം, അല്ലെങ്കിൽ ആ ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം എന്നുള്ള വ്യൂ ആണ് അവിടെ. ഈ ലോയിനെ കട്ട് ചെയ്ത സ്ഥിതിക്ക് അവിടുന്ന് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാമായിരുന്നു. ഓക്കെ, ഈ റെസിസ്റ്റൻസിൻ്റെ തൊട്ടടുത്ത് ചെല്ലുമ്പോൾ പോലും നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ആ ഒരു വ്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടേക്കാണ് കൂടുതലും പോകാൻ കൺഫർമേഷൻ ഉള്ളത്, ആ ഒരു വ്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു എൻട്രി പോയിൻറ്റിൻ്റെ തൊട്ടടുത്തുനിന്ന് പോലും നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അതിന് ശേഷം നമ്മൾ നോക്കുക, മാർക്കറ്റിന് തിരിച്ച് താഴത്തോട്ട് വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകരുത്. തൊട്ട് മുമ്പുള്ള ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം. ലോവർ ഹൈ ലോവർ ലോയിൽ വരുമ്പോൾ എന്തായി? തിരിച്ച് വീണ്ടും ഇവിടെ വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആയി. അതേ റെസിസ്റ്റൻസിനെ തന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും താഴെ വന്നു. ഓക്കെ, അപ്പോൾ താഴെ വന്നപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് ലോ വരെ വന്നിരുന്നു. ഇനി തിരിച്ച് കയറുമ്പോൾ എന്തായിരുന്നു? ഈ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം, ഇതിൻ്റെ മേളിൽ പോകരുത്. എന്നിട്ട് അവിടുന്ന് താഴത്ത് വീണ്ടും വന്നു. വീണ്ടും അതേ റെസിസ്റ്റൻസിൻ്റെ ഏരിയയ്ക്ക് അടുത്തുനിന്ന് തന്നെ മാർക്കറ്റ് എന്ത് സംഭവിച്ചു? താഴത്തോട്ട് വന്നു. ഇനി ലോവർ ഹൈ ലോവർ ലോ വരുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അവസാനത്തെ ഹൈക്ക് മേളിൽ കയറരുത്.
ഓക്കെ, തിരിച്ച് വീണ്ടും അതേ ഒരു റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് അടുത്ത് പോയിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ റേഞ്ചിൽ നിന്നും മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലോവർ ഹൈ ലോവർ ലോയിൽ വരുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസിൽ നിന്നും ട്രേഡ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ടുകൾ നോക്കുന്നതിനോടൊപ്പം ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്ത് സ്റ്റഡി ചെയ്യാനും കൂടെ നമ്മൾ എക്സ്പീരിയൻസ് ആവണം. ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറി തിരിച്ച് അതിൻ്റെ അടുത്ത് വന്നിട്ട് റിവേഴ്സ് ആകാൻ നോക്കി. ആ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ ഒന്ന് സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു. തിരിച്ച് മുകളിലും അതുപോലെ മാർക്കറ്റ് താഴത്തോട്ട് വരുമ്പോൾ നമ്മൾ താപ്പോട്ടാണ് നോക്കുന്നത് എന്നുള്ള ഒരു വ്യൂവിൽ എന്ത് ചെയ്യാം, നമുക്ക് താപ്പോട്ടും ട്രേഡ് റെസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ. ഇനി ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനെ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്ലാൻ ചെയ്യാം? ഹൊറിസോണ്ടലായിട്ട് വരുന്ന റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് അടുത്ത് നിന്നും ട്രേഡ് പ്ലാൻ ചെയ്യാം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അല്ലേ ഒരു ട്രേഡ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ചാടി കയറി എവിടെ നിന്നെങ്കിലും പോയിട്ട് ട്രേഡ് എടുക്കരുത്. ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ തന്നെ ലോവർ ഹൈ ലോവർ ലോയിൽ വന്നുകൊണ്ടിരുന്നതാണ്. ഓക്കെ, അതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. മാർക്കറ്റ് മേളിൽ നിന്നും വന്നുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്, ലോവർ ഹൈ ലോവർ ലോയിൽ. ഓക്കെ, തൊട്ട് മുമ്പുള്ള ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം, അതായിരിക്കണം നമ്മുടെ വ്യൂ. തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ സ്ട്രോങ് ആയിട്ട് പോയി കയറരുത്. അപ്പോൾ എന്തായി, ഇവിടെ വന്നിട്ട് വീണ്ടും ഈ ഒരു അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വന്നു. തിരിച്ചു കയറുമ്പോൾ വീണ്ടും അവസാനത്തെ റെസിസ്റ്റൻസ് വരെയും റെസിസ്റ്റൻസ് ആകാം എന്നുള്ള വ്യൂ. ഓക്കെ, വീണ്ടും ഇവിടെ വന്നിട്ടൊരു ബൈയിങ് പ്രഷർ കാണിച്ചു. തിരിച്ച് വീണ്ടും താഴത്ത് വന്ന് ഒരു ലോ. വീണ്ടും കയറാൻ നോക്കുമ്പോൾ എവിടെ നിന്നാണോ ഈ ഒരു സെല്ലിംഗ് പ്രഷർ ഇറങ്ങി വന്നത്, ഇപ്പോൾ ഈ ഒരു ഹൈക്ക് മേളിൽ കയറിയാലും അടുത്ത ആ ഒരു ഹൈ ഇറങ്ങി വന്ന മേജറായിട്ടുള്ള ഒരു ഹൈ ഇതാണ്. ഈ ഒരു ഹൈക്ക് മേളിൽ പോകണം, ഇതുവരെയും റെസിസ്റ്റൻസ് ആകാം. എന്ത് സംഭവിച്ചു, വീണ്ടും അവിടെ നിന്ന് ഒരു ഫോൾ വന്നു. തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വന്നില്ല, പക്ഷെ തിരിച്ചു കയറിയപ്പോൾ വീണ്ടും അതേ റെസിസ്റ്റൻസിനെ തന്നെ റെസ്പെക്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്, മാർക്കറ്റ് ഡൗണിലാവുമ്പോൾ റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് താഴത്തോട്ട് വരാം. അപ്പോൾ നമ്മൾ കൂടുതലും താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് വരുമ്പോൾ കൂടുതലും നമ്മൾ താപ്പോട്ട് ട്രേഡ് നോക്കാൻ നിന്നാൽ മതി, ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിലോട്ട് നോക്കണ്ട. ഇവിടെ എന്ത് സംഭവിച്ചു, വീണ്ടും വന്നിട്ട് അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വന്നു. ഓക്കെ, ഇവിടെ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വന്നു. അപ്പം തിരിച്ചു ചെല്ലുമ്പോൾ വീണ്ടും റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് തിരിച്ച് താഴത്ത് വന്നപ്പോൾ നല്ല ദൂരം താഴത്ത് പോകാൻ പറ്റാതെ വീണ്ടും ഒരു ലോ വെച്ചു. തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വന്നില്ല, ഈ ഒരു ഹൈക്ക് മേളിൽ കയറി. അപ്പോൾ തിരിച്ച് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഹൈക്ക് മേളിൽ പോകണം. അതിൻ്റെ ഒരു എക്സ്ട്രീം ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. ആ ഒരു ഹൈക്ക് മേളിൽ പോയാൽ ആ ഒരു ഹൈ വരെയും പിന്നെയും റെസിസ്റ്റൻസ് ആകും. ഈ ഒരു ഹൈ എന്തുകൊണ്ടാണ്, അവിടെ ഒരുപാട് നേരം മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് നല്ലൊരു ഫോൾ വന്നിരുന്ന ഒരു ഏരിയ. അപ്പോൾ ആ ഹൈക്കും മേളിൽ പോകണം, അതാണ് അതിൻ്റെ ഒരു എക്സ്ട്രീം ഹൈ. ഓക്കെ, എന്ത് സംഭവിച്ചു, പിന്നീട് ആ ഒരു ഹൈക്ക് മേളിൽ പോകാതെ ഇപ്പം ഇവിടുന്ന് മാർക്കറ്റ് നല്ലൊരു ബൈയിങ് പ്രഷർ കാണിച്ചു. തിരിച്ച് വരുമ്പോൾ ഈ ഒരു ലോയ്ക്ക് താഴത്ത് പോകരുത്, ഈ ലോ വരെയും ഈ ഒരു ഫസ്റ്റ് പുൾ ബാക്കിൽ നിന്ന് പോലും തിരിച്ച് കയറാനാണെങ്കിൽ താഴത്ത് വരരുത്. താഴത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു, സ്ട്രോങ് ആയിട്ട് താഴത്ത് വന്നു. തിരിച്ച് കയറിയപ്പം ആ ഇറങ്ങി വന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു 50% വരെ പോയിട്ട് തിരിച്ച് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ അവിടെ കാണിച്ചു. തിരിച്ച് കയറുമ്പോൾ ഈ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം. എന്ത് സംഭവിച്ചു, വീണ്ടും താഴത്ത് വന്നു. ഓക്കെ, അപ്പോൾ ഇത് തിരിച്ചിറങ്ങുന്നത് എങ്ങനെയാണ്, താഴത്തോട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ താപ്പോട്ട് തന്നെ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മേളിൽ നിന്ന് വരുമ്പോൾ പുതിയ ഹൈക്ക് മേളിൽ പോകാതെ എങ്ങനെയായിരുന്നു മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇവിടുന്ന് ഒരു ഹൈ അടുത്ത് വെച്ചു. അപ്പോൾ ഈ പോയിന്റിനെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വിടുകയാണെങ്കിൽ
നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ട്രെയിൻ ലൈൻ കണക്ട് ചെയ്യാമായിരുന്നു. ഞാൻ ഇത് ആ സമയത്ത് ഈ ട്രെയിൻ ലൈൻ കണക്ട് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീണ്ടും തിരിച്ച് കയറുമ്പോൾ കണ്ടില്ലേ, എക്സാക്റ്റ് ആ ട്രെയിൻ ലൈനെ തന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴത്ത് അടുത്ത സപ്പോർട്ട് വരുമെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പിന്നീട് എന്താ നോക്കണ്ടേ, അടുത്ത സപ്പോർട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആയി. ഓക്കെ, എന്നിട്ട് വീണ്ടും നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നു. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ തൊട്ട് മുമ്പുള്ള ആ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ആകും. അല്ലാതെ നമ്മൾ ഈ ഇടയിലൊന്നും പോയിട്ട് ട്രേഡൊന്നും പ്ലാൻ ചെയ്യണ്ട. ഓക്കെ, ഈ ഒരു ഹൈക്ക് മേളിൽ പോകണം, അതിൻ്റെ തൊട്ടടുത്ത് ചെല്ലുമ്പോൾ പോലും നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ക്യാൻഡിലുകളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെയുള്ള ക്യാൻഡിലുകൾ കണ്ടില്ലേ, ഫുള്ള് റിജക്ഷൻ ക്യാൻഡിൽ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു, ഇവിടുന്ന് ഇങ്ങനെ പോയി ഇവിടെ ഒരു ലോ വെച്ചു, തിരിച്ച് വീണ്ടും മേളിൽ പോയി അതേ റെസിസ്റ്റൻസ് ഏരിയയിൽ പോയിട്ട്, അപ്പോൾ ഈ അതേ റെസിസ്റ്റൻസ് മാർക്കറ്റിൽ ലോവർ ഹൈ ലോയിൽ വരുമ്പോൾ റെസിസ്റ്റൻസുകളെ റെസ്പെക്റ്റ് ചെയ്യാം. സെല്ലേഴ്സ് അവിടെ ആക്റ്റീവ് ആവും, താഴത്തോട്ട് ട്രേഡ് നോക്കുന്നവർ എന്ത് സ്ട്രോങ് ആയിട്ട് ഈ ഒരു ലോയ്ക്ക് താഴത്ത് വീണ്ടും വന്നു. അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ വീണ്ടും അതേ ഹൈ തന്നെ റെസിസ്റ്റൻസ് ആകാം. ഇങ്ങനെ റെസിസ്റ്റൻസിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് എവിടെ റെസിസ്റ്റൻസ് കിട്ടുന്നോ അവിടുന്ന് നമുക്ക് താഴത്തോട്ടുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. എന്താ സംഭവിച്ചു, തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വീണ്ടും ക്ലോസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ദിവസം നിന്നിരുന്നത്. അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ തൊട്ട് മുമ്പുള്ള ഈ ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം എന്നുള്ള രീതി, അതിൻ്റെ വിക്ക് മുതൽ ബോഡി വരെ റെസിസ്റ്റൻസ് ആകാം. ആ ഹൈക്ക് മേളിൽ കയറിയാലേ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചത്, ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സ്ട്രോങ് ആയിട്ട് താഴത്ത് വന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് അതേ ഹൈക്ക് അടുത്ത് വരെ പോയി, ആ ഒരു ഹൈ വരെ പോയിട്ട് വീണ്ടും നല്ല സെല്ലിംഗ് പ്രഷർ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു എങ്കിൽ ഇന്നലത്തെ ദിവസം ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ താഴത്തോട്ട് ട്രേഡ് നോക്കാമായിരുന്നു. ആ ട്രേഡ് കിട്ടിയില്ല എങ്കിൽ തിരിച്ച് വീണ്ടും അതേ ഹൈക്ക് എടുത്ത് പോകുമ്പോൾ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, താഴത്തോട്ട് തന്നെ ട്രേഡ് പ്ലാൻ ചെയ്യും. ഇതിൻ്റെ മേളിൽ കയറിയാലേ നമ്മൾ SL എടുത്ത് പോകേണ്ടേ ഉള്ളൂ. അപ്പോൾ എന്തായി, അതിൻ്റെ ഒരു 50%, 60%ഓളം പോയതിന് ശേഷം മാർക്കറ്റ് വീണ്ടും അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു. തിരിച്ച് കയറുമ്പോൾ ഈ ഹൈക്ക് മേളിൽ പോകണം, ആ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം. അപ്പോൾ മേളിൽ നിന്ന് ട്രേഡ് എടുക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യും, ഇവിടെ വരുമ്പോൾ ആക്റ്റീവ് ആവും, അവിടുന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുക. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഈ ഒരു ലോയ്ക്ക് താഴത്തും മാർക്കറ്റ് പോയി. അത് പോയതും എങ്ങനെ, ഇവിടെ വന്നിട്ട് ഒരു ബൈയും പ്രഷർ ചെറുതായിട്ടൊന്ന് കാണിച്ചു, എന്നിട്ടാണ് താഴത്ത് വന്നത്. ഓക്കെ, അപ്പോൾ നിലവിൽ ഈ ഒരു ലോയിനെയും കട്ട് ചെയ്തു. അപ്പോൾ വീണ്ടും ബയ്യേഴ്സ് അവിടെ വരത്തില്ലല്ലോ, സെല്ലേഴ്സിൻ്റെ കൈ തന്നെയാണ് മാർക്കറ്റ്. അപ്പോൾ എന്തായി, എക്സാക്റ്റ് അവിടുന്ന് തന്നെ വീണ്ടും മാർക്കറ്റ് റിവേഴ്സായി. ഇങ്ങനെ റെസിസ്റ്റൻസ് ഏരിയ എവിടെ കിട്ടുന്നു, ട്രെൽ ലൈനിൻ്റെ റെസിസ്റ്റൻസ്. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ട്രെൽ ലൈൻ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ട്രെൽ ലൈനും നമ്മൾ കണക്ട് ചെയ്ത് പോരുക. ഓക്കെ, ട്രെൽ ലൈൻ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ട്രെൽ ലൈനും നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പോരുക. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലെവലിൽ നിന്ന് ഇങ്ങനെ ട്രെൻഡായിട്ട് വരുമ്പോൾ ഒരിക്കലും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലെവലിൽ വരത്തില്ല പിന്നീട് നമുക്ക് ട്രേഡ് നോക്കാനാണെങ്കിൽ. അപ്പോൾ ഈ ട്രെയിൽ ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോയിനെ കട്ട് ചെയ്തിട്ട് വീണ്ടും സ്ട്രോങ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ലെവൽ വരെ വരാം എന്നുള്ള വ്യൂ. തിരിച്ച് വീണ്ടും ഇത് കയറുമ്പോൾ ഓരോ പുൾ ബാക്കുകളും ക്രിയേറ്റ് ചെയ്തിട്ടാണ് വീണ്ടും വരുന്നത്. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ഈ ഒരു ഹൈക്ക് മേളിൽ പോകണം. ഓക്കെ, എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇത്രയും ദൂരം സഞ്ചരിച്ച് താഴെ വരെ വന്നിട്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഒന്ന് കയറാൻ നോക്കി. അപ്പോൾ ഇവിടെയും അവസാനത്തെ ഒരു ഹൈ അന്നേരം എവിടെയും ഇവിടുന്ന് താഴെ വരെ വന്നിരുന്നു. അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് കയറണം. ഓക്കെ, ഇവിടുന്ന് സ്ട്രോങ് ആയിട്ട് കയറി തിരിച്ച് വരികയാണെങ്കിൽ തൊട്ട് മുമ്പ് നമുക്ക് പിന്നെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ടിൽ നിന്നും വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് നോക്കും. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ടാർഗറ്റുകൾ നമ്മളിങ്ങനെ നോക്കുക. 5 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ആണ്, അടുത്ത ഈ ഒരു റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആകാം. 5 മിനിറ്റിൽ നോക്കുമ്പോൾ ഇങ്ങനെ റെസിസ്റ്റൻസിനെ നോക്കി പോയാൽ മതി. ഹയർ ലോയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ ലോയ്ക്ക് താഴത്ത് വരരുത് സ്ട്രോങ് ആയിട്ട്. ഓക്കെ, ഇങ്ങനെ കയറി പോകുമ്പോൾ ലോയ്ക്ക് താഴത്ത് വരരുത്. ഒരു പക്ഷേ തിരിച്ച് വരുമ്പോൾ എന്താവാം, ഇവിടുന്ന് ഇങ്ങനെ വന്ന് തിരിച്ച് ഹൈ വെക്കാൻ പറ്റാതെ ചിലപ്പോൾ ഇങ്ങനെ സൈഡ് വൈസ് റേഞ്ച് പോലെയൊക്കെ നിൽക്കാം. ഓക്കെ, എന്നിട്ട് വീണ്ടും ആ ലോയിനെ കട്ട് ചെയ്ത്
ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് താഴത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ഈ ഒരു ഹയർ ഹൈയിലോ ലോവർ ഹൈയിലോ ആണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അതുപോലെ ട്രെൻഡ് ലൈൻ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഇത്രയും കാര്യങ്ങൾ നോക്കണം. മാർക്കറ്റ് ഇവിടുന്ന് എന്തുകൊണ്ട് റിവേഴ്സായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാം. ജസ്റ്റ് ഒരു 1 hourൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ ലൈവ് മാർക്കറ്റിലൊന്ന് നോക്കണം. ഓക്കെ, ഇതാണ്ട് ഈ ഒരു റേഞ്ച് കണ്ടില്ലേ, അവസാനം നല്ലൊരു റെസിസ്റ്റൻസ് എടുത്ത് നിന്നിരുന്ന ഒരു ഏരിയ. ഓക്കെ, ഇവിടുന്ന് നല്ലൊരു ബൈയിങ് പ്രഷർ പോയി, എന്നിട്ടൊരു സെല്ലിങ് പ്രഷർ നല്ല രീതിയിൽ വന്നിട്ട് ആ ഒരു ഹൈനെ കട്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ചിലോട്ട് വരുമ്പോൾ അവിടെ ഒരു സപ്പോർട്ടാകാനുള്ള സാധ്യത എവിടെയുണ്ട്. എക്സാക്റ്റ് ആ ഒരു റേഞ്ചിൽ വന്നിട്ടാണ് ഇന്നലെ സ്റ്റോപ്പ് ചെയ്ത് തിരിച്ച് മേപ്പോട്ട് കയറാനായിട്ടൊരു പ്രഷർ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, തിരിച്ച് മുകളിലോട്ട് കയറുമ്പോൾ ഈ ഒരു കൈക്ക് മുകളിൽ മാർക്കറ്റ് കയറരുത്. ഈ ഒരു കൈ വരെയും റെസിസ്റ്റൻസ് ആകാം. ഓക്കെ, ആ ഒരു ഹൈക്ക് മുകളിൽ സ്ട്രോങ് ആയിട്ട് കയറി കഴിഞ്ഞാൽ വീണ്ടും ഹയർ ലോയിൽ പോകുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതായിരുന്നു നിഫ്റ്റിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നിഫ്റ്റിയുടെ വ്യൂ നമുക്ക് ലോവർ ലോയിൽ വരുന്നത് കൊണ്ട് താഴത്തോട്ട് തന്നെ റെസിസ്റ്റൻസ് എവിടെ കിട്ടുന്നോ അവിടെ നിന്നൊക്കെ നമുക്ക് ട്രേഡും കാര്യങ്ങളും പ്ലാൻ ചെയ്യാം. അങ്ങനെയായിരുന്നു എൻട്രിയും കാര്യങ്ങളൊക്കെ നിന്നിരുന്നത് നിഫ്റ്റിയുടെ ചാർട്ടിൽ. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു ചാർട്ടിൻ്റെ ആ ഒരു വ്യൂ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാമായിരുന്നു എന്നതൊന്ന് എൻ്റെ ഒരു സ്റ്റഡി വെച്ചിട്ടുള്ളൊരു വ്യൂ ആണിത്. അത് ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് നിങ്ങളും നിങ്ങളേതായിട്ടുള്ള രീതിയിൽ ഒരു വ്യൂ മനസ്സിലാക്കിയതിന് ശേഷം ട്രേഡും കാര്യങ്ങളും പ്ലാൻ ചെയ്യുക.